നമസ്കാരം. എനിക്കൊരല്പം പറയാനുണ്ടെന്ന് ബഹുമാനപ്പെട്ട ചെയർമാൻ സാറിനോട് ഞാൻ പെർമിഷൻ മേടിച്ചിരുന്നു ഈ ഗ്രൂപ്പിൽ കൂടെ തന്നെ. എന്നിരുന്നാലും ഞാൻ ഒന്ന് രണ്ട് വാക്കുകൾ പറയാം, പെട്ടെന്ന് തന്നെ പറയാം. ഡൽഹിയിൽ നിന്ന് നവംബർ മാസം 9-ാം തീയതിയാണ് 24-28 പേര് അവിടെ ചെന്നത്. ഞങ്ങൾ 3 പേര്, ഞാൻ, പ്രമിള മാഡൻ്റെ വൈഫ്, ഞങ്ങൾ ഫ്ലൈറ്റിനും ബാക്കിയുള്ളവർ ട്രെയിനുമായിട്ടാണ് വന്നിരുന്നത്. ഇവിടുന്ന് കയറിയ സമയം മുതൽ ബഹുമാനപ്പെട്ട സുനുജി കുര്യൻ സാറിനെ അവോയ്ഡ് ചെയ്യുകയായിരുന്നു ബഹുമാനപ്പെട്ട മജു കുമാർ ആൻഡ് ഗീത മാഡം. ഫസ്റ്റാണ്, ഞാൻ മുഴുവൻ പറയാം. രണ്ടാമത്തേത്, അവിടെ ചെന്നു, ഞങ്ങൾ റൂം 4 പേർക്കായിരുന്നു, ഞങ്ങൾ മേളിൽ പോയി. അതിനുശേഷം പല പ്രാവശ്യം ഗീത മാഡത്തിനോട് ബഹുമാനപ്പെട്ട ഷായ് സാറ് പറഞ്ഞു, മാഡം നിങ്ങൾ പോവുക, ഞങ്ങൾക്ക് ആളെ ഇത് ചെയ്യുന്നില്ല. ഗീത മാഡം പിന്നെയും തിരിഞ്ഞ് അവിടെ നിന്നു. അതിനുശേഷം ഞങ്ങൾ കുളിച്ച് ഭക്ഷണം കഴിച്ച് കുളിച്ചതിന് ശേഷം ഞാൻ അല്പനേരം ഒന്ന് വിശ്രമിച്ച ശേഷം ഞങ്ങൾ പുറത്തു പോയി. എന്നിരുന്നാലും ആ പുറത്തു പോയ സമയത്ത് ഞങ്ങൾ 4 പേരും അറിയാതെ, അതായത് ഞങ്ങൾ 3 പേര്, ഉത്തരവാദപ്പെട്ട ഞങ്ങൾ 3 പേരും അറിയാതെ കേരളത്തിൻ്റെ സ്റ്റേറ്റ് ഡയറക്ടറുടെ നേതൃത്വത്തിൽ രഹസ്യ മീറ്റിംഗ് വിളിച്ചു കൂട്ടി. ആ രഹസ്യ മീറ്റിങ്ങിൽ പക്ക വർഗീയതയാണ് ശ്രീ മജുകുമാർ, ഗീതമാൾ ഉൾപ്പെടെയുള്ളവർ പറഞ്ഞത്. അതിൻ്റെ തെളിവ് ഞാൻ പുറകാലെ തരാം. കാരണം പത്തനംതിട്ട ജില്ലയിൽ പാസ്റ്റർമാർ മാത്രമാണ്, അവിടെ ക്രിസ്ത്യാനികൾ മാത്രമേ ഉള്ളൂ, വേറെ ആരുമില്ലെന്നാണ് നിങ്ങൾ 2 പേരും പറഞ്ഞതാണ്. അത് ഹ്യൂമൻ റൈറ്റ്സിൽ വർക്ക് ചെയ്യുന്ന അല്ലെങ്കിൽ ഹ്യൂമൻ റൈറ്റ്സിൻ്റെ അധികാരത്തിൽ നിൽക്കുന്ന ഒരാൾക്ക് പറയാൻ പറ്റുമോ ഇല്ലയോ എന്ന് നിങ്ങൾ ആദ്യം ബയലോ എടുത്തൊന്ന് പഠിക്കണം. പിന്നീട് ഞങ്ങൾ കയറി വന്നു. അതിനുശേഷം അവിടെ മുമ്പ് നടന്ന വിഷയം എനിക്കറിയത്തില്ല, അത് ഇന്നലെയാണ് ഞാൻ അറിയാൻ സാധിച്ചത്. എന്നാൽ അതിനുശേഷം ഗ്രീഷ് എന്ന് പറഞ്ഞ ആള്, ഗീത മാഡം, മജുകുമാർ 3 പേരും പരസ്പര ബഹുമാനമില്ലാതെ സംസാരിക്കുകയായിരുന്നു. വളരെ മോശപ്പെട്ട രീതിയിൽ ഡൽഹിയിൽ ബഹുമാനപ്പെട്ട ചെയർമാൻ സാറും അതുപോലെ നാഷണൽ കമ്മിറ്റി എടുത്തു തന്നിരുന്ന റൂമിൻ്റെ ഫ്രണ്ടിൽ കിടന്ന് ഇവർ 3 പേരും താണ്ഡവമാടുമായിരുന്നു. അതിനൊത്താശ ചെയ്തു കൊടുത്ത വ്യക്തിയാണ് ശ്രീ ലിഞ്ചേഷ്. അല്ലെങ്കിൽ അല്ലെന്ന് പറയട്ടെ, ഈ 3 പേരും എടാ പോടാ പോടി, നീ കൊള്ളാത്തൊരാടി, നിന്റെ ക്വാളിറ്റി എന്താണെന്നറിയാൻ ശരിക്കും 3 പേരും പറഞ്ഞു. ഈ അദ്ദേഹത്തിൻ്റെ പേരെന്തായിരുന്നു, ഗ്രീഷ് പറഞ്ഞു, ഒപ്പം തന്നെയാണ് ഗീതമാടം പറഞ്ഞു, ഒപ്പം തന്നെ മജുകുമാർ. ഞങ്ങളെ വെല്ലുവിളിച്ചയാൾ, അദ്ദേഹം ഞങ്ങളെ വെല്ലുവിളിച്ചാണ്. രണ്ടാമന്മാർ ഞങ്ങൾ വന്നിട്ടുണ്ട് കേരളത്തിൽ നിന്ന് ഇങ്ങോട്ട്, ഞങ്ങളെ ഉൾപ്പെടെ വിളിച്ചു. പിന്നെ ആ നടന്നിരിക്കുന്ന സകലത്തിൻ്റെയും വീഡിയോ നിങ്ങൾ ആര് വരുന്നത്, ഞാനൊരു കാര്യം പറയുകയാണ്. സാറ് പെൻ ക്യാമറ അവിടെ കൊടുത്തിട്ടായിരുന്നു പോയിരുന്നത്. അതിൽ ആ ഗ്രൂപ്പിൽ നടന്ന സകല കാര്യങ്ങളും വീഡിയോ റെക്കോർഡ് ചെയ്തതും അതിൻ്റെ ശേഷം അന്ന് നടന്ന നിങ്ങളുടെ ബഹളങ്ങൾ മുഴുവനും ആ ക്യാമറയിലുണ്ട്. കാരണം പിറ്റേ ദിവസം രാവിലെ സിനിമ നടി ജിജ മാഡത്തിനെ വിളിക്കാൻ ഞാനായിരുന്നു പോയത്. എൻ്റെ കയ്യിൽ ആ വ്യക്തി ക്യാമറ തന്നതിന് ശേഷം ഞാനത് ബഹുമാനപ്പെട്ട ഷാഹിസാൻ്റെ കൊടുത്തിട്ടാണ് ഞാൻ പോയത്. അത് അത്ര ഉറപ്പുള്ളതാണ് പറയുന്നത്. ഗീത മാഡം പറയുന്നതും എല്ലാ കാര്യങ്ങളും ഞങ്ങൾ കണ്ടതാണ്. കംപ്ലീറ്റ് സാധനങ്ങൾ ഗീത മാഡം, പിന്നെ ഒരു നിക്കറ് വിട്ട് നമ്മുടെ മധുസുകുമാരൻ സാറ്, പിന്നെ നമ്മുടെ മജുകുമാർ സാറിൻ്റെ റൈറ്റ് സൈഡിൽ നിന്ന് ഇത് മുഴുവൻ കാര്യങ്ങളും ദൃക്സാക്ഷിയാണ് ഞാൻ. കാരണം വീഡിയോക്കകത്ത് മുഴുവൻ സാധനങ്ങളുണ്ട്. അതുകൊണ്ട് ആരും തർക്കിക്കേണ്ട കാര്യങ്ങളില്ല. അവിടെ എന്തെല്ലാം നടന്നിട്ടുണ്ടോ അത്. പിന്നെ ഒരു കാര്യം കൂടെ, ആ പ്രശ്നത്തിന് മുമ്പായിട്ട് നടന്ന കാര്യങ്ങൾ ഞാൻ അറിഞ്ഞിട്ടില്ലായിരുന്നു. അത് ഇന്നലെ അതറിഞ്ഞു. ആ നടന്ന കാര്യത്തിൽ 100% ഞാൻ അപലപിക്കുകയാണ്. ആ വ്യക്തിക്ക് അങ്ങേറ്റത്തെ ശിക്ഷ എന്താണോ ആ ശിക്ഷ വാങ്ങിക്കൊടുക്കാൻ ഞാൻ ആ ഇരയ്ക്കൊപ്പം ഞാൻ നിൽക്കും. പേര് വെളിപ്പെടുത്താൻ പറ്റത്തില്ല, അതുകൊണ്ടാണ് ആ ഇരയ്ക്കൊപ്പം ഞാൻ നിൽക്കും. അതുപോലെ തന്നെ ഈ 3 മാഡംസിൻ്റെ റൂമിൽ ലിഞ്ചേഷ് എന്ത് അധികാരത്തിലാണ് കയറിയത്? ഇയാൾക്ക് ആ അധികാരം കൊടുത്തു. ഇത്രയും വീഡിയോ കണ്ടിട്ട് അയാൾ പറയുന്നത് അയാൾ അവിടെ ചെക്ക് ചെയ്തിട്ടില്ല. പിന്നെ അയാൾ എന്ത് വരുന്നു, അവിടെ എണ്ണിക്കൊണ്ടിരിക്കുകയായിരുന്നു. നോണം പറഞ്ഞതിന് പരിധിയുണ്ട് ലിഞ്ചേഷ്. താങ്കൾ പല പ്രാവശ്യം എന്നെ ഗ്രൂപ്പിലൂടെ ഇത് ചെയ്താണ്, ഏതാണെന്ന് പറയാൻ അപമാനിക്കാൻ ശ്രമിച്ചതാണ്. അതുകൊണ്ട് താങ്കൾ ഈ കാണിച്ചേക്കുന്ന മുഴുവൻ കാര്യങ്ങളും അവർ റെക്കോർഡ് ചെയ്തില്ല. പിന്നെ അന്ന് നടന്ന രഹസ്യ മീറ്റിംഗ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ബഹുമാനപ്പെട്ട ചെയർമാൻ സാറിൻ്റെ കയ്യിലുണ്ട്. നിങ്ങൾ വഴക്കൂടിയത് അവിടെ കിടപ്പുണ്ട്, വീഡിയോ ഉൾപ്പെടെ കിടക്കുന്നുണ്ട്. അതുകൊണ്ട് ആരും തർക്കിക്കേണ്ട. കുറ്റക്കാർ തന്നെയാണ്. സാറേ, ബഹുമാനപ്പെട്ട സാറെ അങ്ങ് കണ്ടു കാണുമല്ലോ, 3 പേരും കുറ്റക്കാരാണ്. ഗിരീഷ്, മജുകുമാർ ആൻഡ് ഗീത, ഈ 3 പേരും ഞാനത് പേര് വിളിച്ചത് തന്നെ എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടി മാത്രമാണ് പേര് വിളിച്ചത്. ഇവർ 3 പേരും കുറ്റക്കാരാണ് ഈ ഒരു കാര്യത്തിൽ. എന്നാൽ അതിന് മുമ്പ് നടന്ന ഇതിൽ ആ ഇരയ്ക്കൊപ്പം ഞാൻ നിൽക്കും. അത് ഏതറ്റം വരെ പോവുകയും ചെയ്യും. ഇത്തരം പറഞ്ഞില്ലെങ്കിൽ നിങ്ങൾ അവർക്ക് ഇതൊന്നും ഇല്ലെന്നുള്ളത്. മുഴുവൻ സാധനങ്ങളും ബഹുമാനപ്പെട്ട ഷാഹിസാൻ്റെ കയ്യിലുണ്ട്. അതുകൊണ്ട് ആരും തർക്കിക്കണ്ട. പിന്നെ ഇത്ര നാണം കെട്ട ഒരു വിഭാഗമായിട്ട് കേരളത്തിൽ നിന്ന് പോയവരല്ല വേറെ ആരെങ്കിലും ഉണ്ടോ? കലബല കൂടിക്കൊണ്ടിരിക്കുന്നത് എപ്പോഴും വഴക്ക്. വേറെ എത്ര സംസ്ഥാനങ്ങളുണ്ട്? എവിടെയെങ്കിലും ഉണ്ടോ? നിങ്ങളുടെയൊക്കെ മനസ്സിലെ ഗുണം കൊണ്ടാണ്, പറയാതിരിക്കുന്നത് ഗുണം കൊണ്ടാണ് ട്രെയിൻ വരെ വഴിതെറ്റിപ്പോയത്. അറിയോ?
ഞാൻ ഓരോരുത്തരുടെ കളർ വരെ, ഞാൻ ആ ഡ്രസ്സിൻ്റെ അന്നിട്ടേക്കുന്ന കളർ വരെ ഞാൻ പറയാം, നിങ്ങളൊരു കൂടിയ രഹസ്യ മീറ്റിങ്ങിൻ്റെ ആരൊക്കെ ഉണ്ടായിരുന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം. അല്ലെങ്കിൽ സാറിൻ്റെ കയ്യിൽ ആ വീഡിയോ മുഴുവൻ ഇരിപ്പുണ്ട്. ഇവിടെ ആരും തർക്കിക്കരുത്. കുറ്റക്കാരാരാന്നുള്ള വ്യക്തമായിട്ട് അറിയാം. വർഗീയത ഇളക്കി വിട്ടതും പത്തനംതിട്ട ജില്ലയിൽ ഞങ്ങൾ ഇന്ന് വരെ പറഞ്ഞില്ല, പത്തനംതിട്ട ജില്ലയിൽ പാസ്റ്റർമാരെ മാത്രമേ ഉള്ളൂ, ക്രിസ്ത്യാനികൾ മാത്രമേ ഉള്ളൂ. എന്ത് അധികാരം ഉപയോഗിച്ചാണ് നിങ്ങൾ പറഞ്ഞത്? ഞങ്ങൾ നിങ്ങളോട് ചോദിച്ചിട്ടുണ്ട്, നിങ്ങൾ തിരുവനന്തപുരം ജില്ലയിൽ എത്ര മുസ്ലിംസ് ഉണ്ട്, എത്ര ക്രിസ്ത്യാനികളുണ്ടെന്ന്? ഞങ്ങളുടെ പത്തനംതിട്ട ജില്ലയിൽ ഞാനിപ്പോൾ പറയാം. ഞങ്ങളുടെ പത്തനംതിട്ട ഹിന്ദു ഉണ്ട്, ക്രിസ്ത്യാനിയുണ്ട്, മുസ്ലിം ഉണ്ട്. ഞങ്ങൾ മതത്തിൻ്റെ അടിസ്ഥാനത്തിലല്ല ഞങ്ങൾ ആരെയും അവിടെ ഇത് ചെയ്തേക്കുന്നത്. ഒരിക്കലും ഗീതമാടത്തിൻ്റെ വായിൽ നിന്നോ മജുകുമാർ സാറിൻ്റെ വായിൽ നിന്നോ അത് വരാൻ പാടില്ലാത്ത കാര്യങ്ങളാണ് വന്നത്. നിങ്ങൾ തന്നെ നോക്കാം. നിങ്ങൾ ആവശ്യപ്പെട്ട ഞാൻ തെളിവ് തരാം. അല്ലെങ്കിൽ സോറി, ഞാനല്ല തെളിവ് തരുന്നത്, ബഹുമാനപ്പെട്ട സാർ തെളിവ് തരും. ഇത്ര വർത്തമാനങ്ങളോ ഇത്ര വൃത്തിയിട്ട രീതിയിലോ നിങ്ങളെപ്പോലെ അല്ലാതെ വേറെ ഒരു മനുഷ്യൻ ഇന്ന് വരെ ഞാനൊക്കെ അഭിമാനത്തോടുകൂടി തന്നെയാണ് ഹ്യൂമൻ റൈറ്റ്സ് എന്ന പ്രസ്ഥാനം കൊണ്ട് നടക്കുന്നത്. ഇന്ന് മാറാൻ പറഞ്ഞാൽ അഭിമാനത്തോടെ മാറി. എനിക്ക് ഒരു പേടിയില്ല. കാര്യം ഞാൻ ഒരാടെ നിന്ന് 50 പൈസ മേടിച്ചിട്ടില്ലെന്നുള്ള ഈ പത്തനംതിട്ട ജില്ലാ ടീമിന് മുഴുവൻ അറിയും. ഞങ്ങളുടെ പത്തനംതിട്ട ജില്ല ആരും മേടിക്കുകയല്ല. ഞങ്ങളുടെ കയ്യിലെ പണം കൊണ്ട് തന്നെയാണ് ഇത്. അഭിമാനത്തോടെ ഞങ്ങൾ പറയും. ഞങ്ങൾ ചെയ്യുന്ന പ്രവർത്തനങ്ങൾ ഓരോന്നും, ഞങ്ങളുടെ പ്രവർത്തനങ്ങളൊന്നും മറ്റവരൊന്നും കോപ്പി അടിക്കാൻ ഞങ്ങളാരും ഇപ്പോൾ പറഞ്ഞുകൊണ്ട് ഞങ്ങൾ ബഹുമാനപ്പെട്ട നേരിട്ട് ചെയർമാൻ സാറിനോട് പറയും, ഞങ്ങൾ ചെയ്യും. അതുകൊണ്ട് ഞാനിവിടെ നിർത്തുന്നു. അതുകൊണ്ട് വീഡിയോ ഉള്ളിടത്തോളം കാലം ആരും കിടന്ന് ചാടാനില്ല. എല്ലാവരുടെയും സാധനം സാറിൻ്റെ ഉണ്ട്.